ഒരു രാജ്യത്തെ ഇസ്ലാമികമായ ഒരു സ്വാതന്ത്ര്യം ഒരു മനുഷ്യനില്ല. അവൻ്റെ ദീനനുസരിച്ച് പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ അവൻ ആ നാട്ടിൽ നിന്ന് അതിന് സ്വാതന്ത്ര്യമുള്ള ഒരു മണ്ണിലേക്ക് പോകൽ അവൻ എന്താണ് നിർബന്ധമാണ്. അതല്ല, താൻ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ പൊരുതി നിന്നുകൊണ്ടെങ്കിലും തനിക്ക് ഇസ്ലാമികമായ കാര്യങ്ങൾ തനിക്ക് ചെയ്യാൻ പറ്റും, അത് പറയാനും സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ആ രാജ്യം വിട്ട് അവൻ എന്ത് ചെയ്യരുത്? പോകരുത്. ജനങ്ങൾക്കിടയിൽ ജീവിച്ച് ഈ ദീനിന്റെ മഹത്തായ സന്ദേശത്തെ എത്തിച്ചു കൊടുക്കുവാനാണ് മനുഷ്യൻ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് ഇന്ത്യ രാജ്യം വിട്ട് മറ്റ് രാജ്യത്തേക്ക് ഹിജറ പോകണം, യമനിലേക്കും സിറിയയിലേക്കും എല്ലാ രാജ്യത്തേക്കും ഒക്കെ ഇവിടെയുള്ള ആൾക്കാർ പോകണം, ഇവിടെ നിൽക്കണ്ടെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇപ്പം അതിനായിട്ടില്ല. ഇന്ത്യ രാജ്യത്ത് നമുക്ക് നിയമപ്രകാരമെങ്കിലും നമ്മൾ ഇന്നും രാജ്യത്ത് പൊതു റോട്ടിൽ ഇറങ്ങി നിന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്. കൃത്യമായി സമൂഹത്തിന് നമ്മൾ ബോധവൽക്കരിക്കുന്നുണ്ട്. യുക്തിവാദികളെയും നിരീശ്വര നിർമ്മതവാദികളെയും അവരുടെ എല്ലാ വാദങ്ങളെയും തകർത്തെറിയുന്ന വിധത്തിൽ പ്രമാണങ്ങളുടെ കൂരമ്പുകൾ കൊണ്ട് അവരുടെ കൂമ്പ് തകർക്കുന്നുണ്ട് നമ്മൾ. അതിനൊക്കെ സ്വാതന്ത്ര്യം നമുക്ക് ഈ നാട്ടിലുണ്ട്. അതൊക്കെ ഇട്ടെറിഞ്ഞിട്ട് നമ്മളെ സൗകര്യം നോക്കിയിട്ടാണ് പോകാനല്ല ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ നിലനിൽക്കുന്നിടത്തോളം മക്ക രാജ്യത്ത് ഒരു സ്വാതന്ത്ര്യവുമില്ലാതെ അവസാനത്തെ കുട്ടിക്കും പീഡനം ഏറ്റുവാങ്ങേണ്ട ഘട്ടമെത്തിയപ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനമില്ലാ മനസ്സോടെ ആ രാജ്യത്തോടുള്ള സ്നേഹം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അവിടം വിട്ടു പോയത്. അപ്പൊ ഹിജറ പോവുക എന്ന് പറയുന്നത് നമുക്ക് സ്വാതന്ത്ര്യമുള്ള മണ്ണാണെങ്കിൽ അവിടെ ദഅവത്ത് നമുക്ക് നടത്താൻ ചാൻസ് ഉണ്ടോ അത് മാക്സിമം ഉപയോഗപ്പെടുത്തണം. ഒരു നിലക്കും വാങ്കുളിക്കാനും പറ്റൂല, നിസ്കരിക്കാനും തന്നെ സമ്മതിക്കൂല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മിണ്ടി പോകരുത്, അള്ളാഹ് എന്നുള്ള വാക്ക് പറയാൻ പാടില്ല, നിസ്കരിക്കാൻ പാടില്ല, നോമ്പ് വിൽക്കാൻ പാടില്ല, സക്കാത്ത് കൊടുക്കാൻ പാടില്ല, ഹജ്ജിന് പോകാൻ പാടില്ല. എല്ലാ അർത്ഥത്തിലും ഒരു മനുഷ്യനോട് ഒരു നാട്ടിൽ നിന്നാണ് ഒറ്റപ്പെടുത്തുകയാണെങ്കിൽ അവിടം വിട്ടവൻ പോകണം. അതിപ്പോൾ ഒരു ഗ്രാമത്തിലാവും ചിലപ്പോൾ സ്വാതന്ത്ര്യമില്ലായിരിക്കുക. സ്വാതന്ത്ര്യമുള്ള അടുത്ത ഗ്രാമത്തിലേക്ക് പോകണം. അത് പോകാതെ ഞാൻ എന്നാ പിന്നെ ആയിക്കോട്ടെ, എന്നാ പിന്നെ എനിക്ക് തന്നെയാണ് വലുത്, ഇനിയിപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്നൊക്കെ അവനാണ് പോയിട്ട് അവൻ മരിക്കുന്ന നേരത്ത് മലക്കുകൾ അവനെ മരിപ്പിക്കുന്ന നേരത്ത് മലക്കുകൾ വന്നിട്ട് അവനോട് ചോദിക്കും, ഫീമ കുന്തും ഖാലൂ കുന്നാ മുസ്തദഅഫീന ഫിൽ അർദ്, ഞങ്ങൾ ഭൂമിയിൽ ദുർബലരായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അവിടെ നിസ്കരിച്ചിട്ടില്ല, നോമ്പ് വെച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല എന്ന് മറുപടി പറയുമ്പോൾ മലായിക്കത്തുകളുടെ ചോദ്യം, അലം തകുൻ അർദുല്ലാഹി വാസിഅ ഫതുഹാജിറു ഫീഹാ, അല്ലാഹുവിൻ്റെ ഭൂമി വിശാലമായിരുന്നില്ലേ, നിങ്ങൾക്ക് ഒരിടത്ത് അതിന് സ്വാതന്ത്ര്യം കിട്ടിയില്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ള ഇടത്തേക്ക് നിങ്ങൾക്ക് മാറിപ്പോകാമായിരുന്നില്ലേ? മരണനേരത്ത് കെഞ്ചുമ്പോൾ മലക്കുകളുടെ മറുചോദ്യം അതായിരിക്കും, രക്ഷയുണ്ടാവില്ല. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിലൊക്കെ നമുക്ക് നിസ്കരിക്കാനും നമുക്ക് ഇബാദത്തെടുക്കാനും നമുക്കുള്ള സ്വാതന്ത്ര്യങ്ങളൊക്കെ ഇന്ന് നിലനിൽക്കുന്നു. അത് നിലനിന്ന് കിട്ടാൻ നമ്മൾ അള്ളാഹുവിനോട് നിരന്തരം തേടിക്കൊണ്ടിരിക്കണം. ആ സ്വാതന്ത്ര്യമൊക്കെ ഇവിടെ നിലനിന്ന് കിട്ടണം. അതൊക്കെ ഏതെങ്കിലും വിവരമില്ലാത്തവരുടെ വാക്കുകൾ കൊണ്ടോ വിവരക്കേടിൻ്റെതായ ചില ഫത്വകൾ മുഖേനയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചരണങ്ങൾ മുഖേനയോ ഉള്ള സ്വാതന്ത്ര്യം കൂടി നശിപ്പിക്കുന്ന ഏതെങ്കിലും കുബുദ്ധികൾ ഉണ്ടെങ്കിൽ അവർക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അതാണ് നമ്മൾ അതിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പം നമുക്ക് ഇസ്ലാമികമായ നമ്മുടെ കടമ അതെവിടെയാണോ നമ്മളുള്ളത് അവിടെ അത് നിർവഹിക്കാൻ സാധിക്കണം. സാധിക്കാത്ത സ്ഥലത്ത് നിന്നാണ് എന്ത് ചെയ്യേണ്ടത്? മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടത്. അതൊരു രാജ്യം ഒരു രാഷ്ട്രം വിട്ട് പോകുക എന്നുള്ളതൊന്നുമല്ല. ഇപ്പം ഞാൻ ജീവിക്കുന്ന നാട്ടിൽ എനിക്കൊന്നിനും സ്വാതന്ത്ര്യമില്ലെങ്കിൽ അതിന് സ്വാതന്ത്ര്യമുള്ള അടുത്ത വാർഡിൽ സ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ അടുത്ത വാർഡിലേക്ക് മാറാം, അടുത്ത പഞ്ചായത്തിലേക്ക് മാറാം. അതല്ല എന്തെന്നായാലും വേണ്ടില്ല, ഞാനിപ്പോൾ ഇവർക്ക് നിസ്കരിക്കണതൊന്നും ആർക്കും ഇഷ്ടമല്ല, നിസ്കരിക്കൂലെങ്കിൽ ഈ റൂമിൽ നിൽക്കണ്ടെന്നാണ്, നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഈ റൂമിൽ നിൽക്കണ്ട, ഇവിടെ സുബൈക്കൊന്നും എഴുന്നേൽക്കാൻ പറ്റൂല എന്നാണ് ഒരു റൂമിൻ്റെ നിയമം എന്ന് വിചാരിക്കുക. അവനാണെങ്കിൽ അവന് ഡ്യൂട്ടിക്ക് പോകാനും വാഹനം കിട്ടാനും ഒക്കെ സൗകര്യം ആ റൂമാണ് താനും, നിസ്കരിക്കാനായിട്ട് സമ്മതിക്കുള്ളൂ. എന്നാൽ പിന്നെ തൽക്കാലം ഇവരാരും കാണാതെ പിന്നെ ളുഹറിൻ്റെ സമയത്ത് പള്ളിയിൽ പോകുമ്പോൾ നമുക്ക് സുബൈ അതിൻ്റെ കൂടെ ഉണ്ട്, ഖളാ അടിക്കാൻ ആരും വിചാരിച്ചിട്ട് ഒരു റൂമിൽ നിൽക്കാൻ പാടില്ല. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വാതന്ത്ര്യമുള്ളിടത്ത് സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തണം. അപ്പം ചുറ്റുപാടുകൾ മനുഷ്യൻ അവൻ താമസിക്കുന്ന ചുറ്റുപാടുകൾ അവനിൽ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ്.